യുക്രൈന് സമാധാനം ഇനിയും അകലെയാണോ? യുക്രൈനുമായി താൽക്കാലിക വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. സന്നദ്ധത അറിയിച്ചുവെങ്കിലും എന്ന് പ്രാവർത്തികമാകുമെന്നത് വലിയ ചോദ്യമാണ്. ഇതിനിടയിൽ യുക്രൈനെതിരെ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. യുദ്ധത്തിൽ റഷ്യയെ മാത്രം അനുകൂലിക്കുന്ന US പ്രസിഡന്റ് ട്രംപിന് ഇതിനും ന്യായമുണ്ടായി. യുദ്ധം തുടങ്ങി 3 വർഷത്തിലേക്ക് എത്തിയപ്പോഴും റഷ്യ നടത്തിയ ഈ ആക്രമണം മറ്റേതൊരു രാജ്യവും ചെയ്യുന്നതായേ US കാണുന്നുള്ളൂ. ഇതിനകം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി നിരപരാധികളാണ്. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും. എന്നിട്ടും ലാഘവത്തോടെയുള്ള ഈ വാചകം മനുഷ്യത്വരഹിതമല്ലേ? രണ്ടാമതും US പ്രസിഡന്റ് അധികാരമേറ്റ ശേഷം ട്രംപ് പാടെ നിലപാട് മാറ്റിയതാണ് യുക്രൈനുമായുള്ള വിദേശ നയം. മാത്രമല്ല, പുടിൻ സംഘർഷം നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹത്തോട് ഇടപെടാൻ എളുപ്പമാണെന്നുമാണ് ട്രംപിന്റെ നിലപാട്. അപ്പോഴും യുക്രൈൻ തഴയിൽ തന്നെ. വെടിനിർത്തലിലുള്ള താൽപര്യം മുന്നോട്ട് വെച്ച പുടിൻ സൗദി അറേബ്യയിൽ റഷ്യ US ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ താൽപര്യം പ്രകടിപ്പിച്ചത്. സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള വെടിനിർത്തൽ സംബന്ധിച്ച ട്രംപിന്റെ പദ്ധതികളും മുന്നോട്ട് വെച്ചു. ഇതിന് സമ്മതം മൂളിയ റഷ്യ ചില വ്യവസ്ഥകൾ പാലിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 3 വർഷം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വെടിനിർത്തൽ സ്വീകാര്യമാണെന്ന് സൂചിപ്പിച്ചുവെന്നാണ് വിവരം. താൽക്കാലിക വെടിനിർത്തലിന് മുൻപ് ഒരു അന്തിമ സമാധാന കരാറിന്റെ ചട്ടക്കൂടിനെ കുറിച്ച് വ്യക്തത വേണമെന്നാണ് റഷ്യയുടെ ആവശ്യം. ഏതൊക്കെ രാജ്യങ്ങൾ പങ്കെടുക്കണമെന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ സമാധാന പരിപാലന ദൗത്യത്തിന്റെ പ്രവർത്തനം സ്ഥാപിക്കേണ്ടതും റഷ്യയുടെ ഉപാധിയിൽ ഉൾപ്പെടുന്നു. യുക്രൈൻ മണ്ണിൽ നാറ്റോ സൈനികരുടെ സാന്നിധ്യം അംഗീകരിക്കില്ല എന്ന് റഷ്യൻ അധികാരികൾ മുൻപ് വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ ആധിപത്യമായുള്ള ചർച്ചകളിൽ പുരോഗതി കാണിക്കുന്നതിനാൽ USഉം യുക്രൈനും അടുത്തയാഴ്ച സൗദി അറേബ്യയിൽ ഒരു കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള പരസ്യവാദത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരിക്കും ഇത്. സമാധാന കരാറിനും പ്രാരംഭ വെടിനിർത്തലിനും വേണ്ടിയുള്ള ഒരു ചട്ടക്കൂടിൽ എത്തിച്ചേരുക എന്നതാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. യുക്രൈനുമായുള്ള ബന്ധം വഷളായതിനാൽ ട്രംപ് യുക്രൈനുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെക്കുകയും രാജ്യവുമായുള്ള രഹസ്യാന്വേഷണ വിവരം പങ്കിടൽ താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് റഷ്യൻ ആക്രമണത്തിന് ധൈര്യം പകരുമെന്ന് യൂറോപ്യൻ സഖ്യകക്ഷികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ട്രംപ് വ്ളോഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ചയിലാണ് ഭിന്നതയുണ്ടായത്. ഇത് വാഗ്വാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. അമേരിക്കയ്ക്ക് യുക്രൈന്റെ അപൂർവ ഭൂമിധാതുക്കൾ അനുവദിക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ മുന്നോടിയായി നടന്ന കൂടിക്കാഴ്ചയാണ് ഒടുവിൽ വാഗ്വാദത്തിൽ എത്തിയത്. റഷ്യയുമായുള്ള സമാധാന ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കാത്ത യുക്രൈൻ നേതാവ് 3ാം ലോക മഹായുദ്ധത്തിന്റെ തയ്യാറെടുപ്പിലാണെന്നാണ് ട്രംപ് ആരോപിച്ചത്. ഈ വാഗ് പോരാട്ടങ്ങൾ കരാർ പെട്ടെന്ന് നിർത്തിവെക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. അതേസമയം ഈ ആഴ്ച യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചതായും ചർച്ചയ്ക്ക് സമ്മതമാണെന്ന കത്തിൽ വ്യക്തമായിരുന്നതായും ട്രംപ് അറിയിച്ചു. ട്രംപ് സെലൻസ്കി ബന്ധം വഷളായതോടെ യുക്രൈനുള്ള എല്ലാ സൈനിക സഹായവും അമേരിക്ക നിർത്തിവച്ചിരിക്കുകയാണ്. എങ്ങോട്ടായിരിക്കും റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പോക്ക്?